നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ഇൻവെസ്റ്ററിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന 9 അസറ്റ് ക്ലാസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 1, 2, 3 ഒന്നുമല്ല, 9 അസറ്റ് ക്ലാസ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് കോമൺ ആയിട്ട് അറിയാൻ പറ്റുന്ന ഫിക്സഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് ബാങ്ക് FDകൾ. നമ്മളെല്ലാവരും നിക്ഷേപിക്കുന്ന ഒരു വർഷങ്ങളായിട്ട് പഴയ ആളുകൾ തൊട്ട് നിക്ഷേപിക്കുന്ന ഒരു മാർഗമാണ് ബാങ്ക് FD. അപ്പൊ അതുപോലെ തന്നെ മറ്റ് അസറ്റ് ക്ലാസ്സുകളും ഉണ്ട് ഫിക്സഡ് റിട്ടേൺ കിട്ടുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. അതിനുശേഷം അത് നമുക്ക് അനുയോജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമ്മൾ മുമ്പോട്ട് ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഓരോ അസറ്റ് ക്ലാസ്സിനെയും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ബാങ്ക് FD ഉണ്ട്, PPF ഉണ്ട്, POMIS ഉണ്ട്, KVP ഉണ്ട്, NSE ഉണ്ട്, RBI ബോൺസ് ഉണ്ട്, SCSS ഉണ്ട്, SSY ഉണ്ട്, EPF ഉണ്ട്. അങ്ങനെ പല ഫിക്സഡ് റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറികളുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം ഓരോന്നും. നമ്മുടെ ഒന്നാമത് വരുന്നതാണ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേര്, ബാങ്ക് FD. അപ്പോൾ നമുക്കിവിടെ റേറ്റ് കിട്ടുന്നത് 6.5 to 7 ഒക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ കറൻ്റ്ലി 6.5 ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനൊരു ലോക്കിൻ പീരീഡ് ഉണ്ട്. അത് എത്രയാണ്? വളരെ ചെറുതാണ്. 7 ദിവസം തൊട്ട് 10 വർഷം വരെയൊക്കെ നമുക്ക് FD ഇടാൻ സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു ലിക്വിഡിറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എമർജൻസി ഫണ്ടിന് വേണ്ടി ബാങ്ക് FDകൾ വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ലിക്വിഡിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 5 ലക്ഷം രൂപ വരെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ടോട്ടലായിട്ട് DICGCയുടെ പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് തരുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എമൗണ്ട് ആണ് ബാങ്ക് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടത്തില്ല. പക്ഷേ 5 ലക്ഷം രൂപ വരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഓർക്കരുത് FD ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് സേഫ് ആണെന്ന് ഓർക്കരുത്. വലിയ എമൗണ്ട് ഇട്ട് ബാങ്ക് തകർന്നു പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ചെറിയ ബാങ്കുകളിൽ നിക്ഷേപിക്കാതിരിക്കുക, വലിയ വലിയ ബാങ്കുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇവിടെ സീനിയർ സിറ്റിസണ് ഒരു എക്സ്ട്രാ ആയിട്ട് 0.5% ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു കാര്യം നോക്കുക, ടാക്സബിൾ ആണ്. നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് എത്രയാണോ അതനുസരിച്ച് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നോ ആ ഒരു ഇൻട്രസ്റ്റിന് മുകളിൽ ടാക്സ് പിടിക്കും. ഇപ്പോൾ നമ്മൾ 30% ടാക്സ് സ്ലാബിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നോ അതിൻ്റെ 30% പിടിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു എമർജൻസി ഫണ്ടായിട്ട് പാർക്ക് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഇത് ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഫ്ലേഷൻ തന്നെ 5% അല്ലെങ്കിൽ 5.5% ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ടാക്സ് പോയിട്ട് നമ്മുടെ റിട്ടേൺ 4 അല്ലെങ്കിൽ 4.5, 5% എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇൻഫ്ലേഷനൊപ്പം നിൽക്കും. നമുക്കപ്പോൾ വെൽത്ത് ക്രിയേഷൻ അവിടെ നടക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു ഫിക്സഡ് റിട്ടേൺ തരുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്. ഇവിടെ കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 7.1%. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, ഇത് ലോക്കിനുണ്ട്, 15 വർഷത്തേക്ക് ലോക്കിനുണ്ട്. കാരണം പ്രൊവിഡൻറ്റ് ഫണ്ടാണ്, 15 വർഷത്തേക്ക് ലോക്കിനുണ്ട്. അപ്പോൾ ഇവിടെ സീറോ മാർക്കറ്റ് റിസ്ക് ആണ്, ഗവൺമെൻറ് ബാക്ക്ഡ് ആണ്, ഗവൺമെൻറ് സേഫ്റ്റി തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ ടാക്സ് ഫ്രീ തന്നു, അപ്പോൾ ഇവിടെ ലോക്കിൻ കിടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫെൻറ്റാസ്റ്റിക് കോമ്പൗണ്ടിങ് കിട്ടും, 7.1%. അതിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 15 വർഷം ലോക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലിക്വിഡിറ്റി കുറവാണ് എന്ന് മനസ്സിലാക്കുക ഇതിൻ്റെ അകത്ത്. അപ്പോൾ മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം നല്ലതാണ്. ലോങ് ടൈമിലേക്ക് നമുക്ക് പെട്ടെന്ന് ഫണ്ടൊന്നും എടുക്കാനും പോകത്തില്ല അതിൻ്റെ അകത്തിട്ട് കൈയിട്ട്, കാരണം അത് ലോക്കിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ 15 വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു PPF യൂസ് ചെയ്യാം. 7.1 ആണ്. FDനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേണും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്താണ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, NSC. ഇപ്പോൾ ഇവിടെ റേറ്റ് 7.7% ഉണ്ട്. ഇവിടെ ലോക്കിനുണ്ട്, പക്ഷേ മീഡിയം ലോക്കിനുള്ളൂ, 5 വർഷത്തേക്കുള്ളൂ. PPF പോലെ 15 വർഷത്തേക്കില്ല. നമ്മുടെ മീഡിയം ടേം ഫൈനാൻഷ്യൽ ഗോള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോസ്റ്റൽ സേവിങ്സ് സ്കീമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് മീഡിയം ടൈം ഗോളിലാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ 7.7% കിട്ടുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ATCയിൽ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് ഓൾഡ് റെജീമിൽ. പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ടാക്സബിൾ ആണ്, മനസ്സിലാക്കുക. 5 ഇയർ ടേൺ ഓവർ, 5 ഇയർ ലോക്കിൻ പീരീഡ് ഉണ്ട്. അപ്പോൾ ഫിക്സ്ഡ് ആണ് റേറ്റ് വരുന്നത്. 5 വർഷത്തേക്ക് ഒരു തവണ ലോക്കിൻ ചെയ്തു 7.7% ആണ് കിട്ടുന്നതെങ്കിൽ 5 വർഷത്തേക്ക് 7.7% കിട്ടും. 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. ATCയിൽ ഓൾഡ് റെജീം ആണെങ്കിൽ അവിടെ ഒരു ഡിഡക്ഷൻ ഉണ്ട്, പക്ഷേ എന്നാലും ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്.
കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് മീഡിയം ടേം ഗോളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്കീം നല്ലതാണ്. നല്ല റിട്ടേൺ ഉണ്ട്, FDനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിട്ടേണും കിടക്കുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നതാണ് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം. അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ്. അപ്പോൾ ഇത് ആർക്കാണ് അനുയോജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് പേര് കേൾക്കാം, സീനിയർ സിറ്റിസൺ. അതുപോലെ തന്നെയാണ് 60 വയസ്സിൽ കൂടുതൽ ഏജ് ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു സ്കീമിൽ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റഡി ഇൻകം കിട്ടുന്ന ഒരു സ്കീമാണ്. ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് 8.2% അത് ഫിക്സ്ഡ് ആയിട്ട് തരുന്നു. FDനേക്കാളും FD ഒക്കെ 7 ആണ് നിൽക്കുന്നതെങ്കിൽ 8.2 തരുന്നു. എവറി ക്വാർട്ടറിൽ, അതായത് നമുക്ക് ക്വാർട്ടർ നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെഗുലർ റിട്ടയർമെൻറ്റ് ഇൻകം നമുക്ക് കിട്ടും. മാക്സിമം ലിമിറ്റ് 30 ലക്ഷം രൂപ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്ട്രിക്ട്ലി ഫോർ സീനിയർ സിറ്റിസൺസ് ആണ്. ഇൻട്രസ്റ്റ് ഏൺസ് ആർ ടാക്സബിൾ. അപ്പോൾ മനസ്സിലാക്കുക, സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 60 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ എമൗണ്ട്, നമുക്ക് 30 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ക്വാർട്ടർലി നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും, ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും, റെഗുലറായിട്ട് നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടി ഈ ഒരു സ്കീം വളരെ നല്ലതാണ്. സീനിയർ സിറ്റിസൺസിന് ടാക്സബിൾ ആണ് എങ്കിൽ നമുക്ക് 8.2% കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു അടിപൊളി സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന SSY. ഇവിടെ എന്താണ്, ഇവിടെ റേറ്റ് 8.2% ഉണ്ട്, നല്ലൊരു റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്താണ്, ഹയസ്റ്റ് ടാക്സ് ഫ്രീ റിട്ടേൺ. യാതൊരു രീതിയിലും ടാക്സ് പിടിക്കുന്നില്ല, ലോങ് ടേം കോമ്പൗണ്ടിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഇത് ആർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അത് ഗേൾ ചൈൽഡ് പെൺകുട്ടികൾക്ക് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. പെൺകുട്ടികളുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം 10 വയസ്സിന് താഴെയാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഫിക്സഡ് ആയിട്ട് റേറ്റ് കിട്ടുന്ന 8.2% ആണ്. അത് 21 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജ് വരെയാണ് ഇതിൻ്റെ ലോക്കിൻ വരുന്നത്. അപ്പം ഈ ഒരു സ്കീം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജിന് വേണ്ടിയാണ് ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ 21 വയസ്സ് അല്ലെങ്കിൽ മാരേജ്. അപ്പോൾ ഇങ്ങനെ 2 സിനാരിയോ ആണ് വരുന്നത്. അങ്ങനെ അത്രയും ലോക്കിൻ ഉള്ളതാണ്. പക്ഷേ ഇതൊരു നല്ല സ്കീമാണ്. മാക്സിമം ലിമിറ്റ് 1.5 lakh വരെയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ നമുക്ക് ഈ സ്കീം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ഒരാളുടെ പേരിൽ നമുക്ക് ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പം 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പേരിൽ ടാക്സ് ഫ്രീ ആയിട്ട് 8.2% റിട്ടേൺ കിട്ടുന്ന ഒരു അടിപൊളി സ്കീമാണ്. അതുമല്ല, അത് നമ്മൾ പെട്ടെന്ന് ലോക്കിൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിൻവലിക്കാനും സാധിക്കത്തില്ല. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി കിസാൻ വികാസ് പത്ര. ഇത് നമുക്ക് കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. റേറ്റ് 7.5% ആണ്. ലോക്കിൻ 115 മാസം, ഏകദേശം 9.5 മാസം, 9.5 വർഷം. ഇത് ഒരു സിമ്പിൾ സ്കീമാണ്. അതായത് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, മണി ഡബിൾസ് ഇൻ 115 മാസം. അപ്പോൾ 115 മാസം കൊണ്ട് നമ്മൾ എത്ര ഇടുന്നോ അത് ഡബിളായി മാറും. അപ്പോൾ അവിടെ നോ അപ്പർ ലിമിറ്റ്, നമുക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. ലംസമായിട്ടാണ് എമൗണ്ട് ഇടുന്നത്. അത് മച്യൂരിറ്റി ആകുമ്പോൾ 115 മാസം കഴിയുമ്പോൾ അത് ഡബിളായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഫുള്ളി ടാക്സബിൾ ആണ്. ഓഫർ നോ സെക്ഷൻ 80C ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഫണ്ട് ഡബിൾ ആക്കണം, ഗ്യാരണ്ടീഡ് ആയിട്ട് ആക്കണം എന്നുള്ളവർക്ക് ഈ ഒരു ഇതെടുക്കാം. അപ്പോൾ ഇവിടെ 7.5% റിട്ടേണും കിടക്കുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി. ഇനി നമ്മുടെ അടുത്താണ് RBI ഫ്ലോട്ടിംഗ് റേറ്റ് സേവിംഗ് ബോണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ്. അപ്പോൾ റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ 6 മാസത്തിലുമായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് ബോണ്ട്സ് ആണ്. ഇൻട്രസ്റ്റ് ഫ്ലോട്ടിംഗ് ആയിരിക്കും. യൂഷ്വലി 0.35% ഹയർ NSE സ്കീമിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇപ്പോൾ റേറ്റ് 8.05 ആണ്. ലോക്കിന് 7 വർഷമുണ്ട്. അപ്പം NSEയിൽ നമ്മൾ കണ്ടു, അവിടെ എത്രയാണ് റേറ്റ് വരുന്നത്, 7.7 ആണ് വരുന്നത്. NSE എടുക്കാം, 7.7 ആണ് വരുന്നത്. ഇവിടെ 5 ഇയർ ലോക്കിനാണ് വരുന്നത്. ഇവിടെയോ, ഇവിടെ നമുക്ക് വരുന്നത് 7 ഇയർ ആണ്. 8.05% വരുന്നുണ്ട്. ഇവിടെ സ്ട്രിക്റ്റ് 7 ഇയർ ലോക്കിൻ കിടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ആൻഡ് റേറ്റ് ക്യാൻ ഫ്ലക്ച്വേറ്റ് അപ്പ് ഓർ ഡൗൺ. ഓക്കെ, അപ്പം നോ മാക്സിമം ലിമിറ്റ്, എത്ര വേണേലും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ട്. ഇവിടെ നമുക്ക് 8.05 കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റേറ്റ് ഇവിടെയും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6 മന്തിൽ റേറ്റ് ചെറിയൊരു ചേഞ്ച് വരും. എന്നാലും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്രോക്സിമേറ്റ്.
ഇനി അടുത്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. അപ്പോൾ നമ്മൾ സീനിയർ സിറ്റിസൻ്റെ ഒരു ക്വാർട്ടർലി സ്കീം ഡിസ്കസ് ചെയ്തു, റെഗുലർ ഇൻകം കിട്ടുന്നതിന് വേണ്ടി. അതുപോലെയുള്ളൊരു മറ്റൊരു സ്കീമാണ് മന്ത്ലി ഇൻകം കിട്ടുന്നതിന്, മന്ത്ലി റെഗുലർ ക്യാഷ് ഫ്ലോ ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം, POMIS. റേറ്റ് 7.4%, ലോക്ക് ഇൻ 5 ഇയർ വരുന്നുണ്ട്. ഇത് ഗ്യാരണ്ടീഡ് ഫിക്സ്ഡ് ഇൻകം ആണ്, മന്ത്ലി പേ ഔട്ടാണ് കിട്ടുന്നത്, മാർക്കറ്റുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നവർക്കും ഹോം മേക്കേഴ്സിനും ഇത് നല്ലൊരു ചോയ്സാണ്. കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് ഒന്നുമില്ല, കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മാക്സിമം ലിമിറ്റ് 9 ലക്ഷമാണ് വരുന്നത് സിംഗിൾ അക്കൗണ്ടിൽ. ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ടാക്സബിൾ ആണ്. ഇവിടെ 7.4% ആണ് റിട്ടേൺ കിട്ടുന്നത്. അപ്പം മന്ത്ലി റെഗുലറായിട്ട് ഇൻകം വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഇനി നമുക്ക് അടുത്ത് വരുന്നതാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. അപ്പോൾ ഈ ഒരു സ്കീമും നല്ലൊരു സ്കീമാണ്. 8.25 ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന, ഫിക്സ്ഡ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ഇവിടെ റിട്ടയർമെൻറ്റ് വരെ ഒരു ലോക്കിൻ കിടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും കൈയിടാൻ പറ്റത്തില്ല അതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഷീൽഡ്, സാലറി ഉള്ള എംപ്ലോയീസിന് വേണ്ടിയാണ് ഇത്. റിട്ടയർമെൻറ്റ് ഷീൽഡ് പ്രൊട്ടക്ഷൻ, അതാണ് ഇത്. ഇപ്പോൾ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എമംഗ് മാക്സ് സ്കീം. ആൻഡ് നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതുപോലെ തന്നെ എംപ്ലോയർ അത്രയും തന്നെ കോൺട്രിബ്യൂഷൻ ഇട്ട് ആണ് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ടാക്സ് ഫ്രീ ആണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാലറി ഉള്ള എംപ്ലോയീസിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ഫണ്ട് സ്ട്രിക്ട്ലി ലോക്ക്ഡ് ആണ് അണ്ടിൽ റിട്ടയർമെൻറ്റ്. കുറച്ച് എക്സംഷൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് മാത്രം, എക്സംഷൻ എമർജൻസീസിൽ മാത്രമേ EPF നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ എല്ലാ അസറ്റ് ക്ലാസ്സുകളും നമ്മൾ നോക്കി. ഇനി നമുക്ക് അതിൻ്റെ ഒരു സമ്മറി എടുത്ത് നോക്കാം. നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടാണ് നമുക്ക് റിട്ടേൺ വേണ്ടതെങ്കിൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, അതുപോലെ സമൃദ്ധി യോജന എന്ന് പറഞ്ഞ സ്കീമുണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. ഇനി ഗ്യാരണ്ടീഡ് ആയിട്ട് മന്ത്ലി ഇൻകം ആണ് വേണ്ടതെങ്കിൽ POMIS പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നമുക്ക് മന്ത്ലി റിട്ടേൺ റെഗുലറായിട്ട് ഇൻകം തന്നുകൊണ്ടിരിക്കും. ഇവിടെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ക്വാർട്ടർലി നമുക്ക് റിട്ടേൺ റെഗുലർ ഇൻകം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും SCSS തന്നെയാണ് നല്ലത്. അതേസമയത്ത് സീനിയർ സിറ്റിസൺ അല്ല, ഹോം മേക്കേഴ്സൊക്കെയാണ്, അല്ലെങ്കിൽ റിട്ടയർ ആയ ആൾക്കാരാണെങ്കിൽ ഈ POMISഉം ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് എമർജൻസി ഫണ്ടിന് വേണ്ടി ഏറ്റവും ലിക്വിഡിറ്റി ബാങ്ക് FD തന്നെയാണ്. നമുക്ക് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ചെറിയ ഇൻട്രസ്റ്റിന് മേളിലുള്ള പെനാൽറ്റി ഒക്കെ വരും, പക്ഷേ നമുക്കത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അസറ്റ് ക്ലാസ് തന്നെയാണ് FD. ഇനി നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ ഇത്ര എമൗണ്ട് ഇത്രയാക്കി മാറ്റണം ഇത്ര വർഷം കൊണ്ട് എന്നുള്ളൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് KVP എന്ന് പറഞ്ഞ ആ ഒരു സ്കീം യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പെൺകുട്ടികളുണ്ട് 10 വയസ്സിൽ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കീം കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ ആ ഒരു 21 വർഷത്തെ ആ ലോക്കിൻ ആ ഒരു സമയമാകുമ്പോഴത്തേനും അവർക്ക് നല്ലൊരു ഫണ്ട് മാറ്റി വെക്കാൻ പറ്റും. അതൊരിക്കലും നമുക്ക് കൈ ഇട്ട് എടുക്കാൻ പറ്റില്ല, കാരണം അത് ലോക്കിനായിട്ട് പോവുകയാണ്. അപ്പം അത് നല്ലൊരു സ്കീമാണ് പെൺകുട്ടികൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്രയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള 9 അസറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ഒരു 9 അസറ്റിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഓരോ സ്കീമിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് റേറ്റ് ആണ് ഞാൻ ആ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ ഒരു സ്കീമിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയണം എന്ന് ജസ്റ്റ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ സ്കീമുകൾ പറയുക, അനുയോജ്യമായ സ്കീമുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ചെയ്ത ആർക്കാണ്? ഫിക്സഡ് ഇൻകം മതി, ഗ്യാരണ്ടീഡ് റിട്ടേൺ മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ്. ഒരിക്കലും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി 1% കയറി, 2% കയറി, 3% മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞ് നോക്കിയിരിക്കാൻ തയ്യാറല്ലാത്തവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഫിക്സഡ് ഇങ്ങനെയുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സ്കീമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ചെറിയ SIPകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു വെൽത്ത്, അത് ഇതിലും കൂടുതൽ ചെറിയ റിസ്ക് എടുക്കുന്നുണ്ട്, പക്ഷേ കുറച്ചും കൂടെ കൂടിയ റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് നല്ലൊരു വെൽത്ത് അച്ചീവ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും വേണം അതും വേണം. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. ആ ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.